ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡെസ്ക് മേക്ക് ഓവർ ആട്ടോ. അപ്പോൾ എൻ്റെ ഡെസ്കിൽ കുറേ കരകളുണ്ട്. പെയിൻറ്റ് അതുപോലത്തെ കരകളാണ് ഉള്ളത്. അതിനൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കാണ്ട്. അതിൻ്റെ ശേഷം ഈ ഒരു ഡെസ്കിനെ ഞാൻ ഇപ്പുറത്തെ സൈഡിലായിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ബിക്കോസ് ഗൈസ്, ഈ ഒരു വിൻഡോ കണ്ടോ, ഇതുപോലത്തെ വിൻഡോ ഞാൻ കുറേ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം അങ്ങനെ വേണമെന്ന്. ഫൈനലി ഞാൻ അതിനങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വൃത്തിയായിട്ടോ ഗസ്റ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത് ഈ ഒരു ടേബിൾക്ക് ഞാൻ ലൈറ്റായിട്ട് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, യെല്ലോ കളർ. അതിനുശേഷം ടേബിളിൻ്റെ താഴെയുള്ള കുറച്ച് വലിയ വലിയ ഐറ്റംസൊക്കെ ഞാൻ അങ്ങോട്ട് പുറത്ത് വെക്കാട്ടോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ശേഷം ഞങ്ങളുടെ ടേബിൾക്ക് ക്ലോത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ. അപ്പോൾ കുറച്ചും കൂടി എസ്തറ്റിക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശേഷം ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഫ്ലവറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യാൻ നല്ല ടഫായതുകൊണ്ട് ഈ ഒരു സ്കെയിൽ വെച്ചിട്ടാണ് ഞാൻ വിൻഡോ അങ്ങോട്ട് തുറക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ സക്സസ്. ഈ ഒരു പെൻ ഹോൾഡർ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിൽ ഞാൻ കുറച്ചോ അല്ലാതെ ചില്ലറ ഐറ്റംസ്, പെൻസിൽ, ബ്ലേഡ്, അങ്ങനത്തെ ഐറ്റംസാണ്. ഈ ബ്ലേഡ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അത് ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് മുന്നേ, ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് മുന്നേ. അതിൻ്റെ ശേഷം ഞങ്ങൾ ചെയ്തിട്ടുള്ള ക്യൂട്ട് സ്കെയിൽ, അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടോക്കാം കേട്ടോ. അതിൻ്റെ ശേഷം കുറച്ച് വൈറ്റ്നർ സ്കെയിൽ, നോർമൽ സ്കെയിൽ, ഐസ്ക്രീം സ്റ്റിക്സ്, അങ്ങനത്തെ ഐസ്ക്രീം 2-3 ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് അങ്ങനത്തെ ഐറ്റംസും കൂടി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെക്കുമ്പോഴാണ് ഗൈസ് ഒരു ഓർഗനൈസർ അങ്ങോട്ട് വേണമെന്ന് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ ഇവിടെ സൈഡിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തു. ഈ ഒരു റാക്ക് ഉണ്ട്, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊന്ന് സൈഡിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട്, കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളായിട്ട്. അപ്പോൾ വിചാരിച്ച് ഈ പെൻ ഹോൾഡർ അങ്ങോട്ട് ഇവിടെ വെക്കാമെന്ന്. അതിന് ശേഷം ഈ ഒരു ഡെസ്ക് ഡെക്കറും കൂടി വെക്കുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് മുന്നാട്ടോ ഗൈസ്. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് കുറച്ച് പേപ്പേഴ്സ്, അത് ഞാൻ ഇതുപോലെ പിന്നെ കുത്തിയിട്ട് കുറച്ച് എഴുതിയിട്ടൊക്കെ ഇത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ. ഈ ഒരു ക്ലിപ്പിലെ ഞങ്ങൾക്ക് തുറക്കാനേ പറ്റുന്നില്ല ഗൈസ്. എന്തൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ തുറന്നു. അതിന് ശേഷം ഈ ഒരു മാർക്കറിൻ്റെ ഒരു ഗ്ലാസും കൂടി സൈഡിൽ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പെൻ ഹോൾഡറും ഞാൻ കുറച്ച് മുമ്പ് ചെയ്തതാണ്, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. കുറച്ച് സ്റ്റിക്കി കുറച്ചാണ്. ഇതെൻ്റെ കൊറിയൻ ക്ലിപ്പും ഇതെൻ്റെ ഇന്ത്യൻ ക്ലിപ്പാട്ടോ. ഏകദേശം അതും കൂടി ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് പ്രെട്ടിയായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. ഇത് ഞാൻ ഈ ഒരു പെൻ ഹോൾഡർ 5ാം ക്ലാസ്സിൽ ചെയ്തതാണ്. ഈ ഒരു പെൻ ഹോൾഡർ ഞാൻ കംഫോർട്ടിൻ്റെ ബോട്ടിലിൽ അങ്ങോട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്, കണ്ടോക്കണേ. അപ്പോൾ ഇത് ഞാൻ സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, വെച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു വലിയ ഗം ടേപ്പ്, ഡബിൾ സൈഡ് ടേപ്പ്, അതിനൊന്ന് ഞാൻ ഇവിടെ ആയിട്ട് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി പ്രെട്ടിയായിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് പെയിൻറ്റ് പാലറ്റിന് ഞാൻ സൈഡിൽ കൂടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ബോട്ടിലിന് അങ്ങോട്ട് പാതി കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊക്കെ കുറച്ച് അതിൻ്റെ മാർക്കർ ചെയ്തിട്ടാണ്. ആൻഡ് ഈ ഒരു സീസർ കളക്ഷൻ മീൻസ് ഇത് സ്ട്രെയിറ്റുള്ള ഒരു സീസറാണ് കേട്ടോ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കുറച്ച് സിഗ്സാക്ക് പോലത്തെ ഒരു സീസറാണ്. കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, അതും ഉണ്ട്. തേർഡ് വൺ, അതും ജസ്റ്റ് ഒരു സിഗ്സാക്സിൻ്റെ ഒരു രീതിയിലാണ് ഉള്ളത്. കട്ട് ചെയ്യുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഇത് ഞങ്ങളെല്ലാവരും നോർമൽ സീസർ കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ട്. അതിനൊന്ന് സൈഡിൽ കൂടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. അതിൻ്റെ ശേഷം ഈ 2 സ്റ്റാപ്ലെയറിനെ ഞാൻ ആ കംഫോർട്ടിൻ്റെ ബോക്സിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, പെൻ ഹോൾഡർ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ടിനും. അപ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ബട്ട് ഗൈസ്, ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫാനാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യൂട്ടും അത് തന്നെ, എസ്റ്റിക്കും അത് തന്നെ കേട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ തോന്നുന്നുണ്ട് എനിക്ക്. ആൻഡ് ഈ ഒരു വലിയ ക്യാമ്ലിൻ്റെ ഒരു ഗം കേട്ടോ, അതെനിക്ക് ആവശ്യമാണ്. ആൻഡ് ഗൈസ്, ഇതെൻ്റെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്സാണ്. 300 പീസസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഈസി ആയിട്ടുമാട്ടോ. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ എടുത്തിട്ടുണ്ട്, ബട്ട് അത് മിസ്സായിപ്പോയി, സോറി. അപ്പോൾ എന്തായാലും അതും കൂടി സൈഡിൽ വെച്ചെടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ആൽക്കഹോൾ മാർക്കർ എനിക്ക് ദുബായിൽ നിന്ന് വാങ്ങിച്ച് തന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ മേക്ക് ഒട്ടിച്ച് വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പെൻ ഹോൾഡർ ഒന്ന് എടുത്തിട്ട് നമ്മുടെ ആൽക്കഹോൾ മാർക്കർ ഒന്ന് എടുത്തിട്ട് കാട്ടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതിൽ 2 ടിപ്സാട്ടോ വരുന്നത്. സാധാരണ എല്ലാവർക്കും അറിയാതിരിക്കാം, ഒന്ന് ഫാറ്റും ഒന്ന് തിന്നുമായിട്ടുള്ളതാണ്.
രണ്ടും യൂസ് ആവും, നല്ല കംഫർട്ടബിൾ ഫീൽ ആവും. അങ്ങനെ കളർ കൊടുക്കുമ്പോഴൊക്കെ അടിപൊളിയായിട്ട്. ഒന്നൊന്ന് ഞാൻ എപ്പോഴും അങ്ങോട്ട് അർജൻറ്റിൽ ഇട്ടപ്പോൾ അതിൻ്റെ മൂടൊക്കെ അങ്ങോട്ട് അതിൻ്റെ ക്യാരക്ടർ അങ്ങോട്ട് ബിഗിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതങ്ങോട്ട് എല്ലാം എടുക്കുമ്പോഴാണ് കേസ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് സ്റ്റിക്കർ ചെയ്യാൻ ഇതിനും കുറച്ച് പേപ്പേഴ്സ് ഡ്രോയിങ്സ് ഒക്കെ ഉണ്ട്. അത് ഞാൻ ഇതിൻ്റെ അകത്ത് കൂടെ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടഫാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കംഫർട്ടബിൾ ഫീൽ ആവുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഒരു ഓർഗനൈസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ക്രാഫ്റ്റ് എത്ര ഇഷ്ടമാണ് അത്ര തന്നെ ഓർഗനൈസ് ആക്കിയിട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് സൈഡിലായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഈ ഒരു ഗ്ലിറ്ററിൻ്റെ ബോട്ടലാട്ടോ ഇതൊരു ഗ്ലിറ്റർ ഷീറ്റൊക്കെ വെക്കുന്ന ഒരു ചെറിയൊരു ബോട്ടിലാണ്. അതും കൂടി സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് കാട്ടിയിട്ടുണ്ടല്ലോ ഗൈസ് മുമ്പ്. അതിനൊന്ന് സൈഡിൽ കൂടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ കളർ പെൻസിൽ ബോക്സാണ്. കളറൊക്കെ വെച്ചെടുക്കുന്ന ഒരു ബോക്സാണ്. ഇതൊരു ഷ്രിങ്കഡ് ബോക്സാണ് ഗൈസ്. നിനു ഷാജിന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൽ കുറച്ച് അലർസിലർ ഐറ്റംസും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മാർക്കർ വെക്കുന്ന ഒരു ഓർഗനൈസറും പിന്നെ അതൊന്ന് ഗ്ലാസ് വെക്കുന്നതൊക്കെയാണ് കേട്ടോ. അത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല, സോറി. അത് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് മുന്നേ കേട്ടോ, ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് മുന്നേ. ഇതെൻ്റെ കുറച്ച് പെയിൻറ്റിങ് കളക്ഷനാണ്, അതും കൂടി നിങ്ങൾക്ക് കാട്ടിത്തരാം. ആദ്യത്തേത് ഇതാട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഇതും, അതിൻ്റെ ശേഷം ഇതും ഒക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ മഴ വരുമ്പോഴങ്ങോട്ട് ഇത് ചെയ്തതാട്ടോ, രണ്ടും കൂടെ ചെയ്തതാണ്. ആൻഡ് ഗൈസ് ഇത് മക്കത്തിൻ്റെ ഒരു ഇതാണ്. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഇരിക്കും, അതെപ്പോഴും ഇരിക്കും. അതിൻ്റെ ശേഷം ഇത് കുറച്ച് ഷ്രിങ്കഡ് ബോക്സ് പോലെ തന്നെയാണ്. അതിൽ കുറച്ച് എൻ്റെ പിൻസൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജേർണൽ ബുക്കും. എനിക്ക് കവർ ചെയ്യാൻ നല്ല മടിയായിരുന്നു കേട്ടോ, ഞാനോട് ചെയ്തിട്ടേ ഇല്ല. അതിൻ്റെ ശേഷം ഈ ഒരു ബുക്ക് ഞാൻ അപ്പോൾ വായിച്ചോരിക്കും കേട്ടോ. എനിക്ക് ബോറാകുമ്പോഴൊക്കെ ഞാൻ ഇത് വായിച്ചോരിക്കും. അറബിയിലുണ്ട് കന്നഡത്തിലുണ്ട്. ഞാനില്ല കന്നഡത്തിലാണ് ഇരിക്കുന്നത്. കേരളത്തിലല്ല, ഞാൻ കർണാടകത്തിലാട്ടോ. എൻ്റെ ലാംഗ്വേജ് ഇതല്ല, സോറി. ഞാൻ ഇതുപോലെ സംസാരിക്കാം കേട്ടോ. അതിൻ്റെ ശേഷം ഈ ഒരു ക്യൂട്ട് ഗ്ലാസ് ഞങ്ങൾ പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു കുപ്പീൻ്റെ ഗ്ലാസ്സിലും കൂടി ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറച്ച് പേപ്പർ സ്ട്രോ ആൻഡ് ഈ ഒരു ഗം ടേപ്പ്. അതിൻ്റെ ശേഷം ക്ലിയർ ഗം ടേപ്പും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓർഗനൈസറിൻ്റെ വീഡിയോ ഞാൻ ഇന്നോ ഇല്ലെങ്കിൽ നാളെ ആയിട്ടിടാം കേട്ടോ. അതിൽ കുറച്ചും മാർക്കേഴ്സൊക്കെ വെച്ചെടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു സ്റ്റിക്കി നോട്ടും കൂടി വെച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു തെർമോകോളത്തെ പോലെ ഒരു ഐറ്റം ഉണ്ട്, അതിന് എൻ്റെ ടേബിളിൽ താഴെ ഒരു റാക്ക് ഉണ്ട്, അതിലങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഈ ഒരു ഒരു കവറിലാണ് എൻ്റെ കുറേ സാധനത്തിന് ഞാൻ താഴെ നിന്ന് മുകളിലേക്ക് എടുത്ത് വന്നിട്ടുള്ളത്. അതിൻ്റെ ടാബ് ആൻഡ് ഒരു ബോക്സ്, ഒരു ജാറിൽ കുറച്ച് പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് അത് കുറച്ച് അലർസിലർ ഐറ്റംസ്, സ്കെയിൽ അതുപോലെ അതൊക്കെ ആട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വാൾ ഗ്രിഡിനെ അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ സൈഡിലൊക്കെ അങ്ങോട്ട് വെക്കാനായിരുന്നു എൻ്റെ പ്ലാന്. ഈ ഒരു വാൾ ഗ്രിഡ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ബട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാൾ ഗ്രിഡ് അടിപൊളിയാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ശേഷം ഞാൻ ഈ ഒരു വാൾ ഗ്രിഡ് അപ്പുറത്തെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ എല്ലാ സാധനത്തിനെയും ജസ്റ്റ് ഞാൻ എടുത്തിട്ട് മാറ്റിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനൊക്കെ കണ്ടുപരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. കണ്ടുപരിചയം എങ്ങനെയാണ് കേസിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ബ്യൂട്ടിഫുൾ ആൻഡ് എസ്തറ്റിക് ഒക്കെ ആയിട്ടുള്ളതാണ് ഞാനിവിടെ വാൾ ഗ്രിഡ്. ആൻഡ് ഈ ഒരു വാൾ പോസ്റ്റേഴ്സ് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിന് ജസ്റ്റ് ഒരു പ്ലേസ് മാറ്റുന്നേ ഉള്ളൂ. അപ്പോൾ വാളിലേക്ക് കുറച്ച് പ്ലേസ് അങ്ങോട്ട് ബ്ലാങ്കായി തോന്നുന്നുണ്ട്. അതിനെ കുറച്ച് ജേർണലിങ്ങൊക്കെ ഒട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു വാൾ വാൾ ഡെക്കോർ ആൻഡ് ഈ ഒരു കബോർഡ്, അപ്പോൾ എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ഓർഗനൈസ്ഡ് ആക്കിയിട്ട് തന്നെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടേബിളിലായെങ്കിലും അടിപൊളിയായിട്ട് തന്നെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു കബോർഡിൽ എൻ്റെ കുറച്ച് മെമ്മറി ബോക്സ് ആൻഡ് ടൈം ക്യാപ്സ്യൂൾ അതൊക്കെയാണ് കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ബർത്ത്ഡേക്ക് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ കേട്ടോ ഗൈസ്, ടൈം ക്യാപ്സ്യൂൾ. അപ്പോൾ ഫൈനൽ ലുക്ക് നോക്കാൻ നിങ്ങൾ റെഡിയാണോ ഗൈസ്?
ഒരു വീഡിയോയിൽ